وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 196 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠന വിധേയമാക്കിയത്. 190-ാമത്തെ ആയത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു വിശദീകരിച്ചത്. മുടി നീക്കം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അതിന് പ്രായശ്ചിത്തമായി എന്തു ചെയ്യണം, അതുപോലെ തമത്തുവായി ഇഹ്റാമിൽ പ്രവേശിച്ച ആൾക്ക് ബലി മൃഗത്തെ കിട്ടാതെ വന്നാൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നീ കാര്യങ്ങളാണ് ഇതിന് മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. തുടർന്ന് കൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലാഹു സംസാരിക്കുന്നത്. അൽ ഹജ്ജ് അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് അത് അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ഇവിടെ അശ്ഹുറും മഅലൂമാത്ത് എന്ന ഈ പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ ഈ 3 മാസങ്ങളാണ് ഹജ്ജിൻ്റെ മാസങ്ങളായി അറിയപ്പെടുന്നത്. അഥവാ റമദാൻ മാസം കഴിഞ്ഞ് 3 മാസങ്ങൾ ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ ഈ മാസങ്ങളിലാണ് ഒരാൾ ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചാൽ അത് ആ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഈ 3 മാസങ്ങളിലാണ്. ഹജ്ജിൻ്റെ നിർണിതമായ അറിയപ്പെട്ട മാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ്. ഇവിടെ ഫമൻ ഫറള ഫീഹിന്ന എന്ന ഈ പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഫമൻ ദഖല ഫീഹി, അഥവാ ഹജ്ജിൽ ആരെങ്കിലും അൽ ഇഹ്റാം, ഇഹ്റാമോടുകൂടി ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഹജ്ജ് നിർബന്ധമാണല്ലോ, അപ്പോൾ നിർബന്ധമായ ഒരു നിയ്യത്തോടു കൂടി പ്രവേശിക്കുക എന്നതാണ് ഇവിടെ വമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ് എന്നുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. വമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ്, ആരെങ്കിലും അങ്ങനെ ഇഹ്റാമോട് കൂടി ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ റഫസ, അവന് റഫസ് പാടില്ല. റഫസ് എന്നത് ഇതിനു മുമ്പ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെ റഫസ് എന്നത് സ്ത്രീ സംസർഗം
എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് നിഷിദ്ധമായ കുറേ കാര്യങ്ങളുണ്ട്. മുടി നീക്കം ചെയ്യുക, നഖങ്ങൾ നീക്കം ചെയ്യുക, മറ്റ് രോമങ്ങൾ നീക്കം ചെയ്യുക, ഇതൊക്കെ നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ഭാര്യമാരുമായി സംസർഗത്തിലേർപ്പെടുക മാത്രമല്ല, റഫസ് എന്ന ഈ പദത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുന്ന വാക്കുകളും സംസാരങ്ങളും ചുംബനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ റഫസിൻ്റെ പരിധിയിൽ വരുമെന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യവും ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അഥവാ ലൈംഗികതയിലേക്ക് നയിക്കുന്ന വാക്കുകൾ പോലും പാടില്ല. വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്. അതുപോലെ തന്നെ അധർമ്മം പാടില്ല. ഫുസൂഖ്, ധാർമ്മികമായ മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യവും ഒരു ഹാജിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലുള്ള വാക്കുകളും ഉണ്ടാവാൻ പാടില്ല. വാക്കുകളാവട്ടെ കർമ്മങ്ങളാവട്ടെ ധർമ്മത്തിന് നിരക്കാത്ത എല്ലാത്തിനും ഫുസൂഖ് എന്ന് പറയും. അങ്ങനെ മതധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത വാക്കോ പ്രവൃത്തിയോ ഒന്നും ഒരു ഹാജിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. വല ജിദാല ഫിൽ ഹജ്ജ്. അതേ പ്രകാരം തന്നെ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. തർക്കങ്ങളിൽ ഏർപ്പെടുക, എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം വഴക്കിടുക, ഇതൊന്നും ഹാജിക്ക് പാടില്ല. ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ തിരക്കുണ്ടാവും. ചിലപ്പോൾ ആളുകൾ വന്ന് നമ്മളെ തിരക്കിൽ ചിലപ്പോൾ നമുക്ക് ചില ഉപദ്രവങ്ങളൊക്കെ ഏറ്റെന്ന് വരും. അവർ മനഃപൂർവ്വം ചെയ്യുന്നതാവില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നെന്ന് വരും. അവിടെയൊക്കെ ആ ദേഷ്യത്തെ അടക്കി നിർത്താനും വാക്കത്തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനുമാണ് ഒരു ഹാജി ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജിലൂടെ ഇങ്ങനെ ഒരുപാട് ഒരു വിശ്വാസിക്ക് നിർബന്ധമായി ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ അള്ളാഹു പരിശീലിപ്പിക്കുന്നത് ഹജ്ജിൽ കൂടെ അല്ലാതെ വേറൊന്നിലും കിട്ടില്ല. കാരണം നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയും സക്കാത്തിലൂടെയും ഒക്കെ ഇസ്ലാം ലക്ഷ്യമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം സമ്മേളിക്കുന്ന ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്, എല്ലാം. അപ്പോൾ സബർ എന്നത് വളരെ പ്രധാനമാണ് ഹജ്ജ് ചെയ്യുമ്പോൾ. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ ഒത്തുകൂടുമ്പോൾ അവരെല്ലാവരും ഒരേ സമയം കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുവാൻ, ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നത് പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടറിയുവാനും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുവാനും നമ്മുടെ ഭാഗത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഏൽക്കാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഹജ്ജിലൂടെ അള്ളാഹു പ്രത്യേകം പരിശീലിപ്പിക്കുകയാണ്. ഹജ്ജിൽ അങ്ങനെ വാദകുതർക്കങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് മാ തഫ്അലൂ മിൻ ഖൈരി യഅലമുല്ലാഹ്. നിങ്ങൾ എന്ത് ഖൈർ ചെയ്യുന്നുവോ അത് അള്ളാഹു അറിയുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഹജ്ജ് വന്നിട്ട് പിന്നെ ഞാനും ഹാജിയാണെന്ന് പറയാൻ വേണ്ടി ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഹജ്ജിൽ വരുന്ന ആളുകളുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് വെറും ടൂറിസമായി മാറുന്ന ഒരു കാലഘട്ടം വരും എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പൈസ ചിലവാക്കി ഞാനും ഹജ്ജിനെ പോവുകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഹജ്ജിനെ ചെയ്യാം. അതല്ല, ഹജ്ജിലൂടെ നമുക്ക് ഖൈർ ഉണ്ടാവണം. ഖൈറായിരിക്കണം ഒരു ഹാജിയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് ഇവിടെ അള്ളാഹു പ്രത്യേകം പറയുന്നത്. മാ തഫ്അലൂ മിൻ ഖൈരി യഅലമുല്ലാഹ്. നിങ്ങളെന്ത് ഖൈർ ചെയ്യുന്നുവോ, നിങ്ങൾ കുറേ കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതല്ല, ആ കർമ്മത്തിലൂടെയൊക്കെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഖൈറാണ്. ആ ഖൈർ ഉണ്ടാവണം ഒരു വിശ്വാസിയിൽ നിന്ന്, അത് അള്ളാഹു കണ്ടറിയുന്നു. വതസവ്വദൂ. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ യാത്രക്കുള്ള ഹജ്ജിൻ്റെ യാത്രക്കുള്ള എല്ലാ പാഥേയങ്ങളും ഒരുക്കുക. അതാണ് വതസവ്വദൂ. ഹജ്ജിനുള്ള എല്ലാ ഒരുക്കങ്ങളും, ഭക്ഷണമാവാം, വസ്ത്രങ്ങളാവാം, മറ്റ് കാര്യങ്ങളാവാം, എന്തോ ആവാം. അങ്ങനെ ഹജ്ജിന് ഒരു യാത്രക്ക് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒരുക്കുമല്ലോ. അതിനാവശ്യമായ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാര്യങ്ങളുമൊക്കെ, ഭക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ, അതിൻ്റെ മറ്റ് സാമഗ്രികൾ, ഇതൊക്കെ ഈ സാദിൽപ്പെടുന്നതാണ്. പക്ഷെ അള്ളാഹു പറയുന്നു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. എന്നാൽ നിങ്ങൾ ഒരുക്കുന്ന പാഥേയത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് തഖ്വയാണ് എന്ന് അള്ളാഹു ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തും.
സൂറത്തുൽ അറാഫിൽ വസ്ത്രധാരണത്തെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം, ഭംഗിയോടുകൂടി പോകണം എന്നൊക്കെ ആദമിൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് വലിബാസു തഖ്വ ദാലിക ഖൈർ. എന്നാൽ തഖ്വയാകുന്ന വസ്ത്രമാകുന്നു ഏറ്റവും ഉത്തമമായ, വളരെ മനോഹരമായ പദപ്രയോഗങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ കുറേ നല്ല വസ്ത്രം ധരിക്കുക എന്നതല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തഖ്വ ഉണ്ടോ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇവിടെ അള്ളാഹു പറയുന്നതാണ് ഫിന്ന ഹൈറസാദി തഖ്വ. നിങ്ങൾ ഹജ്ജിനുള്ള ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനം തഖ്വയാണ്. ഹജ്ജിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്, യാത്രക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ തഖ്വ ഇല്ലെങ്കിലോ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത് ഫിന്ന ഹൈറസാദി തഖ്വ. ആ പാതയത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് തഖ്വയാണ്. അതേപ്രകാരം തന്നെ ഈ ഭാഗത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതായത് ഹജ്ജിന് വേണ്ടി നമ്മൾ പ്രത്യേകം സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ടതില്ല, അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തരുന്നൊക്കെ വാങ്ങി കഴിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെ ഇന്ത്യയിലും അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾ ചില സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം പോകും. ആ തീർത്ഥാടനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെയാണ് പോവുക. ഇങ്ങനെ ആളുകളുടെ അടുത്തേക്ക് യാചിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ അങ്ങനെ വെറും കൈയോടെ യാചിച്ച് പോകുന്ന ഒരു തീർത്ഥാടനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതുപോലെ ജാഹിലിയത്തിലുണ്ടായിരുന്നു. അത് ഒരു പുണ്യകർമ്മമല്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ ഒരുക്കുക, മറ്റുള്ളവരോട് യാചിക്കുക എന്നുള്ളത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഏത് സന്ദർഭത്തിലും അഭിമാനത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് നിങ്ങൾ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ഒരുക്കണം. പക്ഷേ ഫൈന ഹൈറസാദി തഖ്വ, ഏറ്റവും നല്ല ഒരുക്കം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട പടച്ചവനെ പറ്റിയുള്ള ഞാൻ പടച്ചവൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധമാണ് എന്ന് വീണ്ടും അള്ളാഹു പറയുന്നത്. തഖൂനീ, എന്നെ നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം, യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആൾക്കാരെ. തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു ലൈസ അലൈക്കും 198 വചനം, ലൈസ അലൈക്കും ജുനാഹു, നിങ്ങൾക്ക് തെറ്റില്ല, അൻ തബ്തഗൂ ഫളിലൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഔദാര്യം തേടിപ്പോകുന്നതിൽ. അഥവാ നിങ്ങൾ ഹജ്ജിന് വരുമ്പോൾ മുമ്പ് ഹജ്ജിന് വരുമ്പോൾ ആളുകൾ പല സാധനങ്ങളും മക്കയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർ മക്കയിൽ വെക്കും. മക്കയിൽ നിന്ന് പറയാം അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സാധനങ്ങൾ വരുമല്ലോ, ഭക്ഷണ സാധനങ്ങൾ മറ്റു സാധനങ്ങളൊക്കെ, അത് അവർ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടും ചിലവർ അതിൽ നിന്ന് ലാഭം കിട്ടും. അപ്പോൾ അതിനൊന്നും തെറ്റില്ല എന്നാണ് ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫളിലൻ മിൻ റബ്ബിക്കും ഫഇദാ അഫദ്തും മിൻ അറഫാത്ത്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോയതിന് ശേഷം. ഇവിടെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അഫദ്തും എന്നാണ്, നിങ്ങൾ പോയതിന് ശേഷം എന്നല്ല പറയുന്നത്. ഫഇദാ അഫദ്തും മിൻ അറഫാത്ത്, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ. ഹജ്ജിന് പോയവർക്കറിയാം, അറഫയിൽ നിന്ന് അന്ന് വൈകുന്നേരം, അറഫയിൽ നിന്ന് മഗ്‌രിബോട് കൂടിയാണ് നമ്മൾ ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങുക. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകേണ്ടത്. പക്ഷേ മഗ്‌രിബ് അവിടെ നിന്ന് നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. മഗ്‌രിബിൻ്റെ സമയമായിട്ടാണ് നമ്മൾ അറഫയിൽ നിന്ന് പോകുന്നത്. പക്ഷേ മഗ്‌രിബ് നമസ്കരിക്കേണ്ടത് മുസ്ദലിഫയിലാണ്. അവിടെ നിന്ന് 6-7 കിലോമീറ്റർ ദൂരെയുള്ള മുസ്ദലിഫയിലാണ് നമ്മൾ മഗ്‌രിബ് നമസ്കരിക്കുന്നത്. അവിടെ മഗ്‌രിബും ഇശാവും ജമ്മും കസ്റുമായി നമസ്കരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. കുറച്ചൊക്കെ ദിക്റുകളും ദുആകളൊക്കെ ചെയ്ത് പിന്നെ കിടന്നുറങ്ങുക. നേരത്തെ എഴുന്നേൽക്ക് നമ്മൾ ദിക്റുകളും ദുആകളിലൊക്കെ ഏർപ്പെടുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അങ്ങനെ അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിപ്പോയതിന് ശേഷം, ലക്ഷക്കണക്കായ ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്, ഒരു ഒഴുക്കന്നെയാണ്. ഈ അഫാല എന്ന പദം ഈ വെള്ളം ഒഴുകുന്നതിനാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. അങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം.
ഇന്ദൽ മശ്ശരിൽ ഹറാം, മശ്ശറുൽ ഹറാമിൻ്റെ അടുക്കൽ വെച്ച്. മശ്ശറുൽ ഹറാം എന്ന് പറയുന്നത് മുസ്ദലിഫയുടെ വേറൊരു പേരാണ്. അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ ആ ഭാഗത്തിനാണ് മശ്ശറുൽ ഹറാം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ഇപ്പോഴല്ല കുറച്ച് കാലമായി അവിടെ മസ്ജിദ് മശ്ശറുൽ ഹറാം എന്നാണ് ആ പള്ളിയുടെ പേര്. ആ പള്ളിയിൽ നമുക്ക് കയറാൻ കഴിയണമെന്നൊന്നുമില്ല ഹാജിമാർക്ക്. പള്ളിയുടെ പുറത്തൊക്കെ ഇങ്ങനെ വിശാലമായ സ്ഥലമാണ്, അവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങുക, റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഏത് സന്ദർഭത്തിലും എങ്ങനെയും ജീവിക്കാൻ ഒരു വിശ്വാസിയെ പരിശീലിപ്പിക്കുകയാണ്. വലിയ വലിയ മണിമാളികകൾ കഴിയുന്ന ആളുകൾ അവിടെ ഒരാൾക്ക് ഇങ്ങനെ കിടക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ആ മണ്ണിൽ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങും. വദ്കുറൂഹു, നിങ്ങൾ അവനെ ഓർക്കണം, കമാ ഹദാക്കും, നിങ്ങളെ അവൻ സന്മാർഗത്തിലാക്കിയതുപോലെ. ഈ ഹിദായത്തിലേക്ക് നമ്മൾ നയിച്ചു എന്നുള്ളത് പഠിച്ചവൻ്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹ് നിങ്ങളെപ്പോഴും ഓർക്കണം എന്ന് പറയും. വൈൻ കുന്തും മിൻ ഖബ്ലിഹി ലമിന ളാലീൻ, ഇതിന് മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേടിലായി. വഴികേടിൽ നിന്ന്, ദുർമാർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായ മാർഗം അള്ളാഹു കാണിച്ചു തന്നു എന്നത് അള്ളാഹുവിൻ്റെ നിയമത്താണ്. അതിനെ നമ്മൾ ശുക്ർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب دعوة